ജീൻ, കേരളത്തിൽ കേട്ടുകേഴ്വിയില്ലാത്ത ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. ഇരയുടെ കുടുംബത്തിന് പോലും രക്ഷയില്ല എന്ന് പറയുമ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമായി മാറുകയാണ്. എന്താണ് ഈ ആക്രമണത്തിലേക്ക് വഴിവെച്ചത്? ഇത് ആരാണ്? ഈ പിതൃ അർജുൻ്റെ, അതായത് കോടതി വിട്ടയച്ച ആളുടെ പിതൃ സഹോദരനാണ് മനസ്സിലാക്കുന്നത്. ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുമ്പോൾ എന്തൊക്കെ വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്? പ്രതീക്ഷ, ഇന്ന് രാവിലെ 11 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടായത്. ഈ കൊല്ലപ്പെട്ട കുട്ടിയുടെ അച്ഛനും മുത്തച്ഛനും സമീപത്തുള്ള ഒരു മരണ വീട്ടിൽ പോയതാണ്. അവിടെ വെച്ച് ഈ ബന്ധുവിനെ, അതായത് പ്രതി അർജുൻ്റെ പിതൃ സഹോദരനെ കാണുകയും ഇവർ തമ്മിൽ വാക്കുതർക്കമുണ്ടായി എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതിനുശേഷം ഈ പാൽരാജ് എന്ന ഈ പ്രതിയുടെ ബന്ധു, പ്രതിയായിരുന്ന അർജുന്റെ ബന്ധു കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് ഈ രണ്ടുപേരെയും ആക്രമിച്ചു. കുട്ടിയുടെ പിതാവിന്റെ ഇരുമുട്ടുകാലുകൾക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കുട്ടിയുടെ മുത്തച്ഛന്റെ ചുമലിൽ പരിക്കേറ്റിട്ടുണ്ട്. ഇവരെ ആദ്യം വണ്ടിപ്പെരിയാറിലുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലാണ് എത്തിച്ചത്. അതിനുശേഷം അവിടെ നിന്ന് പ്രാഥമിക ചികിത്സ നൽകിയതിനു ശേഷം ഈ കുട്ടിയുടെ പിതാവിനെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതൊരു കരുതിക്കൂട്ടിയുള്ള ആക്രമണമാണോ എന്നുള്ളതാണ് ഇനി പുറത്തു വരേണ്ടത്. പ്രത്യേകിച്ച് ഈ പാൽരാജ് കയ്യിൽ കത്തി കരുതിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇതൊരു കരുതിക്കൂട്ടിയുള്ള ആക്രമണമാകാനുള്ള സാധ്യത നമുക്ക് പൂർണ്ണമായും തള്ളിക്കളയാൻ കഴിയില്ല. എന്തായാലും പോലീസ് പീരുമേട്ടിൽ നിന്ന് പാൽരാജിനെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. വണ്ടിപ്പെരിയാർ പോലീസിന് കൈമാറിയിട്ടുണ്ട്. വിശദമായ ചോദ്യം ചെയ്യലിനും ശേഷം മാത്രമേ എന്താണ് സംഭവിച്ചത് എന്ന് കൃത്യമായി വിവരം ലഭ്യമാകൂ. അതോടൊപ്പം തന്നെ പോലീസ് ആ മേഖലയിലുള്ള CCTVകളും പരിശോധിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു സംഘം പോലീസ് ഉദ്യോഗസ്ഥർ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പോയിരിക്കുകയാണ്. ഈ പെൺകുട്ടിയുടെ അച്ഛന്റെ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷമായിരിക്കും പാൽരാജിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുക. എന്തായാലും വളരെ ദാരുണമായിട്ടുള്ള ഒരു അല്ലെങ്കിൽ വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു സംഭവമാണ് ഉണ്ടായത്. നമുക്കറിയാം, ഈ കോടതി ഉത്തരവ് വന്നതിന് പിന്നാലെ ഈ കുടുംബം കടന്നു പോകുന്നത് വളരെ വൈകാരികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടിലൂടെയാണ്. കാരണം അവർ പ്രതിയെന്ന് കരുതിയിരുന്ന അല്ലെങ്കിൽ ശിക്ഷിക്കപ്പെടുമെന്ന് പൂർണ്ണമായും വിശ്വസിച്ചിരുന്ന അർജുൻ കുറ്റവിമുക്തനാക്കപ്പെടുകയും പുറത്തിറങ്ങി പോരുകയും ചെയ്തു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വളരെ കടുത്ത മാനസിക വിഷമം ആ കുടുംബം അനുഭവിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട നിയമ പോരാട്ടം തുടരുകയാണ്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയെ ഈ കുടുംബം കണ്ടിരുന്നു. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസമാണ് ഹൈക്കോടതിയിൽ ഈ കേസുമായി ബന്ധപ്പെട്ട അപ്പീൽ സമർപ്പിക്കുകയും കോടതി അത് ഫയലിൽ സ്വീകരിക്കുകയും ചെയ്തത്. അപ്പോൾ ഈ പശ്ചാത്തലത്തിൽ നിയമ പോരാട്ടം നടക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ ഒരു ശാരീരികമായ ആക്രമണം കൂടി ഈ കുടുംബം നേരിടേണ്ടി വന്നത്. പ്രജീഷ്. സിരിജീൻ, എന്നാലും ഞെട്ടിക്കുന്ന അപലപിക്കേണ്ട ഒരു സംഭവമായി മാറിയിട്ടുണ്ട്. CR നീലകണ്ഠനും ഒപ്പം സന്തോഷ്, BJP ഇടുക്കി ജില്ലാ പ്രസിഡന്റ് കൂടിയാണ്. സന്തോഷിലേക്ക് ആദ്യം പോകുന്നത്. ശ്രീ സന്തോഷ്, വല്ലാതെ ഒരു ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ്. കാരണം നമ്മുടെ കേരളത്തിലൊരു കേട്ടുകേഴ്വിയില്ലാത്ത ഒരു ഇരയെ അല്ലെങ്കിൽ ഇര ജീവിച്ചിരിപ്പില്ല, അതിനെ മരിച്ചുപോയ ആ കുടുംബത്തെ സംബന്ധിച്ചോളം ഒരു കരുതൽ എന്തായാലും വേണ്ടിയിരുന്നതാണ്. പക്ഷേ അതുണ്ടായില്ല. മാത്രമല്ല, ഈ ഉത്തരേന്ത്യയിലൊക്കെ ഉന്നാവ് സംഭവമാണ് മനസ്സിലേക്ക് വരുന്നത്. അവിടെ ഈ പ്രതികൾ വീട് ഇരയുടെ കത്തിക്കുന്നു. അങ്ങനെ തീരാത്ത പക, കൊന്നാലും തീരാത്ത പക എന്നൊക്കെ നമ്മൾ പറയില്ലേ. ഇടുക്കിയിലെ സംഭവത്തെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? എത്രത്തോളം ഗൗരവത്തോടു കൂടിയാണ് നമ്മൾ ഈ വിഷയത്തെ സമീപിക്കേണ്ടത്? ശ്രീ സന്തോഷ്. ആദ്യമായി ഈ വിഷയത്തെ അപലപിക്കുന്നു. ഇന്ന് ഉണ്ടായിരിക്കുന്ന സംഭവം എന്ന് പറയുന്നത് പ്രതിയെ സംരക്ഷിക്കുകയും അതുപോലെ തന്നെ ഇരയെ ക്രൂശിക്കുകയും ചെയ്യുന്ന വണ്ടിപ്പെരിയാർ പോലീസിൻ്റെ സമീപനമാണ് ഇന്നിവിടെ കാണുവാൻ സാധിച്ചത്. വണ്ടിപ്പെരിയാറിൽ ഇന്ന് ബാങ്കിൽ പോയി മടങ്ങി വന്ന ഇരയുടെ പിതാവും മുത്തശ്ശനും ബൈക്കിൽ മടങ്ങി വരുന്ന വഴിക്ക് CPM ഓഫീസിന് സമീപത്ത് വെച്ചാണ് ഈ അക്രമം ഉണ്ടായിരിക്കുന്നത്. ഈ CPM ഇവരെ പരിപൂർണമായി സംരക്ഷിക്കുന്നു എന്നുള്ളതിന് ഏറ്റവും ഉത്തമ തെളിവാണ് ഇവിടുത്തെ പോലീസ് സ്റ്റേഷൻ്റെയും അതുപോലെ CPM ഓഫീസിൻ്റെയും ഒക്കെ തൊട്ടടുത്താണ് ഈ പ്രതിയെ കൊണ്ട് ഇപ്പോൾ പാർപ്പിച്ചിരിക്കുന്നത്. പ്രതിയെ അന്ന് സംരക്ഷിക്കുവാൻ വേണ്ടി CPM എത്ര നിലപാട് സ്വീകരിച്ചോ അത് വളരെ വ്യക്തമായിരിക്കുകയാണ് ഇന്നത്തെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. ഇന്ന് ആശുപത്രിയിൽ പ്രബലന അല്ലെങ്കിൽ പ്രതി എന്ന് നമുക്ക് പറയാൻ കഴിയില്ല, അദ്ദേഹം കുറ്റവിമുക്തനാണ്. അപ്പോൾ ഈ കുടുംബത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആശങ്ക, ആക്രമിക്കപ്പെടും എന്നൊക്കെയുള്ള ഭീഷണി ഉണ്ടായിരുന്നോ? ഈ ചെറുക്കണ്ണൻ ഈ കുറ്റം ആരോപിക്കപ്പെട്ട ഈ പ്രതി വെളിയിലിറങ്ങിയ അന്നു മുതൽ അവരുടെ വീട്ടിൽ നമ്മൾ സമീപിച്ചപ്പോൾ അവരുടെ മാതാപിതാക്കളും കുടുംബക്കാരും പറഞ്ഞത് എപ്പോഴും ഞങ്ങൾക്ക് ഭീഷണിയുണ്ട് എന്നാണ്. ഈ വിവരം വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിലും CM ഒക്കെ അറിയിച്ചിരുന്നതുമാണ്.
എന്നിട്ടും അവർ വേണ്ട ഒരു ഗൗരവം കൊടുക്കുവാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടില്ല. ഇന്ന് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്, ഇന്ന് അവർ വന്ന് ഈ ആക്രമിക്കപ്പെട്ടു. അതിനുശേഷം ആശുപത്രിയിൽ ഫസ്റ്റ് എയ്ഡിനായി വണ്ടിപ്പെരിയാർ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ അവിടെ വെച്ച് അവിടെ നിന്നിരുന്ന മാധ്യമക്കാരെ അവരോട് ഒരു വിഷ്വൽ പോലും എടുക്കുവാൻ സമ്മതിച്ചില്ല അവിടെയുള്ള പ്രാദേശിക CPM-ൻ്റെ നേതാക്കന്മാർ. അതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ് ഇവർക്കിതിൻ്റെ പിന്നിൽ, അല്ലെങ്കിൽ ഇന്ന് ഈ പ്രതിയുടെ ചിറ്റപ്പൻ ഇത്തരത്തിൽ ആക്രമിച്ചത് തികച്ചും ഭരണകക്ഷിയുടെ ഒത്താശയോട് കൂടി ആണെന്ന് തന്നെയാണ് പറയുവാൻ സാധിക്കുന്നത്. ഈ അച്ഛനെയും, അതായത് ഇരയുടെ അച്ഛനെ ആശുപത്രിയിൽ നിന്ന് ഇറക്കുമ്പോൾ ഞാനും അവിടെ ഉണ്ടായിരുന്നു. ആ സമയത്തും അവിടുത്തെ പ്രാദേശിക നേതൃത്വം, അതായത് രാഷ്ട്രീയമായ അല്ലെ എതിർചേരി നിൽക്കണം. പക്ഷേ ഇങ്ങനെ ഒരു പ്രതി അല്ലെങ്കിൽ ഈ ഒരു ഇത്തരം സംഭവങ്ങളിലൊക്കെ ഞാൻ ചോദിക്കുന്നില്ല, ഇത്തരം സംഭവങ്ങളിലൊക്കെ CPM-നെ പോലെയുള്ള ഒരു സംഘടന അങ്ങനെ ഒരു സംരക്ഷണം ഒരുക്കും എന്ന് നമുക്കത് വിശ്വസിക്കാൻ പറ്റുന്നതാണോ? അല്ല, ഇന്ന് രാവിലെ നേരിട്ട് കണ്ടതാണ്. അല്ലെങ്കിൽ അവരുടെ കുടുംബക്കാരോട്, അവരിപ്പം മെഡിക്കൽ കോളേജിലുണ്ടല്ലോ, അവരുടെ കുടുംബക്കാരോട് നമ്മുടെ ബ്യൂറോയിൽ നിന്നും അന്വേഷിച്ചാൽ വളരെ വ്യക്തമായി അവർ പറയുകയും ചെയ്യും. കാരണം ഞാൻ നേരിട്ട് അവസാന സമയത്ത് ഞാൻ നേരിട്ട് കാണുകയും കൂടെ ചെയ്തതാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്. അല്ലാതെ ഇതൊരു രാഷ്ട്രീയ പകപോക്കോ അല്ലെങ്കിൽ ഈ വിഷയത്തെ രാഷ്ട്രീയപരമായി കാണുകയോ ചെയ്യുകയല്ല ഞാൻ. കാരണം ആ വീടുമായി, കാരണം ഈ വീടെന്ന് പറയുന്നത് ഇവിടുത്തെ CPI-യുടെ ഒരു മെമ്പറാണ് ഇന്ന് ഈ കുത്തേറ്റയാൾ, അതായത് ഇരയുടെ പിതാവ്. ഈ കുത്തിയ ആളെന്ന് പറയുന്നത് ഭരണകക്ഷിയുടെ CPM-ൻ്റെ ആളുമാണ്. അപ്പോൾ അതൊരു രാഷ്ട്രീയ വൈരാഗ്യമൊന്നുമല്ല. ഇത് സംഭവിച്ചു, ഇത്തരത്തിൽ സംഭവിച്ചു. അവരെ സംഭവിച്ചു കഴിഞ്ഞിട്ടും അവരെ സംരക്ഷിക്കാനുള്ള, അതായത് പ്രതിയെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിച്ചു എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. തീർച്ചയായും ഞാൻ അങ്ങിലേക്ക് മടങ്ങിക്കാം. CR നീലകണ്ഠൻ, കേരളത്തിൽ ഒരു തരത്തിലും നമ്മൾ കേൾക്കാൻ പാടില്ലാത്ത ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. ഉത്തരേന്ത്യയിലൊക്കെ നടന്നിട്ടുണ്ട്, നമ്മൾ അപലപിച്ചിട്ടുണ്ട്. അത് ശക്തമായി തന്നെ അപലപിക്കപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ്. അതിന്ന് കേരളത്തിൽ കൂടി അത് സംഭവിക്കുമ്പോൾ നമുക്ക് ഈ കേസിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അങ്ങേക്കൊക്കെ അറിയാം, ബോധ്യമുള്ളതാണ്. ഒരു കരുതൽ പോലീസിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല എന്നാണ് BJP നേതാവ് ഇവിടെ പറയുന്നത്. ഭീഷണി ഉണ്ടായിരുന്നു എന്ന് കുടുംബം തന്നെ പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? CR അല്ല, അതില് നമുക്ക് തുടക്കം മുതൽ ഈ കേസില് പ്രതീക്ഷ, നമ്മള് ഈ കേസ് തുടങ്ങി ഇതിന്റെ വിധി വന്ന കാലത്ത് മുതൽ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച മാതൃഭൂമി ചാനലടക്കം ഞാൻ ഇരുന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഇതിന്റെ കേസ് അന്വേഷണത്തിൽ ഗുരുതരമായ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നും അത് ജഡ്ജ്മെന്റിലുള്ളതാണ്. അത് പരിഹരിച്ച് വീണ്ടും പുനരന്വേഷണം നടത്തണമെന്നും ഇപ്പോഴുള്ള വിധി ക്യാൻസൽ ചെയ്ത് പ്രതിയെ ഈ FIR അനുസരിച്ച് തിരിച്ചു കൊണ്ടുവന്ന് കൂടുതൽ അന്വേഷണം നടത്തണം. SC/ST ആക്ട് ഇടുന്നതുമായി ബന്ധപ്പെട്ടും തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെയാണ് അച്ഛൻ ആവശ്യപ്പെട്ടത്. ഈ ഇരയുടെ അച്ഛൻ, ഇപ്പൊ കുത്തേറ്റ ആ സുഹൃത്ത് ആവശ്യപ്പെട്ടത് ഇങ്ങനെ മാറ്റണമെന്നാണ്. പക്ഷെ സർക്കാർ ഒരു അപ്പീൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ അപ്പീൽ വായിച്ചിട്ടില്ല, വായിച്ചാലേ എനിക്ക് പറയാൻ പറ്റും. ആ അപ്പീലിൽ മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത് പോലീസ് അന്വേഷണത്തിൽ ഒരു തകരാറുമില്ല എന്നാണ് അപ്പീൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ തന്നെ അതിൽ അടിസ്ഥാനപരമായ പ്രശ്നമുണ്ട്. പോലീസ് അന്വേഷണത്തിൽ തകരാറുണ്ട് എന്ന് ഒരു കോടതി അതിന്റെ വിചാരണയ്ക്ക് ശേഷം വിധിക്കുമ്പോൾ ഒരു തകരാറുമില്ല, ജഡ്ജിക്ക് എന്തോ കുഴപ്പമാണ്, അല്ലെങ്കിൽ ജഡ്ജി തെറ്റായി എഴുതിയതാണ്, അതുകൊണ്ട് അത് തിരുത്തണം എന്നാണ് ഇപ്പോൾ അപ്പീൽ പോയിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കുട്ടിയുടെ അച്ഛൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് പ്രധാനമായും പോലീസ് അന്വേഷണം വീണ്ടും അന്വേഷിക്കണം, SC/ST ആക്ട് ചേർക്കണം, അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട അദ്ദേഹത്തിന് വിശ്വാസമുള്ള വക്കീലിനെ പബ്ലിക് പ്രോസിക്യൂട്ടർ ആക്കണം. ഇതൊക്കെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്, ഞാൻ ആ കത്ത് കണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് വളരെ കൃത്യമായി ഈ ആവശ്യങ്ങളുമായി മുമ്പോട്ട് പോകുന്നത് കൊണ്ടാണ് ഇവർക്ക് ഭീഷണി വന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം നേരെ മറിച്ച് സർക്കാരിന്റെ അപ്പീൽ അതുപോലെ പോവുകയും പ്രത്യേകിച്ച് ആരും ശിക്ഷിക്കപ്പെടാതിരിക്കുകയും വീണ്ടും അത് തള്ളുകയൊക്കെ ചെയ്താൽ ആർക്കും അതിന് വിരോധമില്ല. പക്ഷേ ഇവിടെ കുട്ടിയുടെ അച്ഛൻ, ഈ കുത്തേറ്റ ഇദ്ദേഹം മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് കൊടുത്ത കത്തിൽ പുനരന്വേഷണം, കൂടുതൽ അന്വേഷണം, SC/ST ആക്ട് ചേർക്കണം, ഇത് ചേർക്കുന്നതിന് ആരൊക്കെ തടസ്സമായിരുന്നു എന്നൊക്കെ വിശദമായി എഴുതിയിട്ടുണ്ട്. അപ്പൊ SC/ST അല്ല ഈ പ്രതി SC/ST ആണെന്ന് കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയതാണ്. അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. SC/ST ആക്ട് അനുസരിച്ചാണെങ്കിൽ ഈ DYSP-യാണ് ഈ കേസ് അന്വേഷിക്കുക. അപ്പൊ ഈ CIക്ക് അന്വേഷിക്കാൻ പറ്റില്ല. അപ്പൊ ഈ കേസിന്റെ അന്വേഷണത്തിൽ തന്നെ അടിസ്ഥാനപരമായ തകരാറുണ്ട്. DYSP അന്വേഷിക്കേണ്ട ഒരു കേസ് CI അന്വേഷിച്ചു എന്നത് തന്നെ പ്രശ്നമാണ്. അത് മറച്ചു വെക്കാനും അത്തരം കാര്യങ്ങൾ ഉയർത്തിയപ്പോഴാണ് ഈ അച്ഛനോട് വിരോധമുണ്ടായത്. അത് ഞാൻ അതിന്റെ രാഷ്ട്രീയത്തിലേക്കൊന്നും പോകുന്നില്ല. ഏതായാലും പോലീസിന് ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെ കരുതുന്ന ഒരാളാണ് ഞാൻ. SC/ST ആക്ട് വന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ
അപ്പോ എന്തോ മറയ്ക്കാനുണ്ട്. അങ്ങനെ വന്നാൽ ഈ കേസ് അച്ഛൻ ആവശ്യപ്പെട്ടതുപോലെ അപ്പീൽ സമർപ്പിക്കപ്പെട്ടാൽ അപ്പീല് ഒരുപക്ഷെ വിക്ടിമിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു അപ്പീലിന്റെ സാധ്യത ഉണ്ടെന്ന് ഞാൻ കാണുന്നുണ്ട്, സർക്കാർ അപ്പീലിന് പുറമെ. അങ്ങനെ വന്നാൽ അത് ഈ കേസിൽ പ്രതിയെ അറസ്റ്റ് ചെയ്ത് തിരിച്ചു കൊണ്ടുവരാനും കൂടുതൽ അന്വേഷണം നടത്താനും കൂടുതൽ കൃത്യമായ ശിക്ഷ ഇയാൾക്ക് ഉറപ്പാക്കാനും കഴിയും എന്ന ഭയം പ്രതിഭാഗത്തിനുണ്ട്. അതാണ് ഇവരെ ഭീഷണിപ്പെടുത്തുന്നത്. മാത്രമല്ല അവരുടെ പിന്നിൽ ശക്തമായി ആരോ ഉണ്ട്, അല്ലെങ്കിൽ അത് ആരായാലും അല്ലെങ്കിൽ അതുണ്ടാകാൻ പാടില്ല. കാരണം ഒരു കുടുംബത്തിന് പോലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ അങ്ങൊക്കെ ഉണ്ടാകുന്ന സംഭവങ്ങളിലൊക്കെ നമ്മൾ നന്നായിട്ട് അപലപിക്കും. ഇപ്പോൾ ഇത് കേരളത്തിലൊരു ഇരയുടെ കുടുംബത്തിന് രക്ഷയില്ല എന്ന് പറയുമ്പോൾ ഈ നൽകുന്ന സന്ദേശമുണ്ടല്ലോ, ഒരു മെസ്സേജ് ഉണ്ടല്ലോ. കാരണം എത്രയോ കുടുംബങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഇരയാക്കപ്പെട്ട ആളുകൾ സഹിയിട്ട് ദുരന്തം പേറി ഇങ്ങനെ കഴിഞ്ഞു പോകുന്ന എത്രയോ ആളുകളുണ്ട്. അപ്പോൾ ഇത് വെക്കുന്ന ഒരു നരേറ്റീവ് അത് ശരിയാണോ ശ്രീ സിയാർ? തീർച്ചയായിട്ടും തെറ്റാണ്. ഞാൻ പറഞ്ഞത് അങ്ങനെ സംശയിക്കാൻ ന്യായമുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ പ്രതീഷ് പറഞ്ഞതുപോലെ വളരെ കൃത്യമാണ്. ഇത് വലിയ തോതിലുള്ള കേരളം വലിയ തോതിൽ പുറകോട്ട് പോയിരിക്കുന്നു. എനിക്കറിയാം വാളയാർ കേസിൽ നമ്മൾ ഇടപെട്ട ഒരു ഘട്ടത്തിൽ ആ അമ്മക്കെതിരായി പ്രചരണം നടത്താൻ ഈ കേരളത്തിൽ ആളുണ്ടായിരുന്നു എന്ന് അങ്ങേക്കറിയാം, പ്രതീക്ഷിന് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇപ്പൊ നിന്നു ഇപ്പൊ എല്ലാവർക്കും ബോധ്യമായി. പാലക്കാട്ടെ മാധ്യമ പ്രവർത്തകർക്ക് മുഴുവൻ അറിയാം എന്താ സത്യമെന്ന്. അവരെല്ലാവരും അമ്മയോട് അടുപ്പം കാണിക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇതുവരെ അവർ തെറ്റിദ്ധരിക്കപ്പെട്ടിരുന്നു. ഇവിടെയും ഇവർക്കെതിരെ ദുഷ്പ്രചരണം നടത്തുക അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആക്രമണം നടത്തുക, ഇരയ്ക്കെതിരായി ഇങ്ങനെ സംഘടിതമായി ഇരയ്ക്കും അല്ലെങ്കിൽ ഇരയുടെ കുടുംബത്തിനും എതിരായി സംഘടിതമായി പ്രവർത്തിക്കുക എന്നത് കേരളത്തിന് അപമാനകരമായ കാര്യമാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഈ വിധി സംബന്ധിച്ച് പറഞ്ഞ വാക്കതാണ്, ഇത് അപമാനകരമാണ് എന്നാണ്. ഇത് അപമാനകരമാണെങ്കിൽ ഈ അപമാനം എങ്ങനെ തിരിക്കുക? ആരെങ്കിലും പോയി വഴിയിൽ നിന്ന് ആക്രമിച്ചാലോ ഒരു കാര്യം ആലോചിക്കൂ. ഇദ്ദേഹത്തിന്റെ കയ്യിൽ കത്തി ഉണ്ടായിരുന്നു ടൗണിലേക്ക് വരുമ്പോൾ. അപ്പൊ കത്തിയും കൊണ്ട് ഒരാൾ ടൗണിലേക്ക് വരുന്ന ഇങ്ങനെ റൗഡിയൊന്നുമല്ലല്ലോ. കത്തിയും കൊണ്ട് ഈ പ്രതി ഈ കുത്തിയാൾ മറ്റേ കേസിലെ പ്രതിയുടെ ഇളയച്ചനാണെന്ന് തോന്നുന്നു. കുത്തിയാളുടെ കത്തിയുണ്ട്. എന്തിനാ നഗരത്തിൽ കത്തി കൊണ്ടുവരുന്നേ? മാത്രമല്ല പ്രകോപനം ഉണ്ടാക്കാൻ തക്കവണ്ണം ഇദ്ദേഹം പ്രവർത്തിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ പ്രവർത്തിച്ച് കുത്തുകയും അച്ഛനെ മാത്രമല്ല മുത്തച്ഛനെ ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്ത ഒരു സംഭവം കേരളത്തിൽ ഉണ്ടായാൽ അതിനോട് എങ്ങനെ പ്രതികരിക്കണം? ഇപ്പോ എനിക്കറിയില്ല, ബി നേതാവ് പറഞ്ഞ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം വെച്ച് അദ്ദേഹം പറഞ്ഞാണോ എനിക്കറിയില്ല. ഏതായാലും ഈ ഫോട്ടോ എടുക്കുന്നത് പോലും തടയാൻ ചില ആളുകൾ വന്നിരുന്നു, ചില പാർട്ടിക്കാരാണെന്ന് പറഞ്ഞു. എനിക്കറിയില്ല, ഞാനത് കാണാത്തൊരാണോ എനിക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അത് അതിലേക്ക് സന്തോഷിലേക്ക് ഞാൻ ഒന്നുകൂടി പോവാം. സന്തോഷ്, നമുക്ക് ഒരു തരത്തിലും നമുക്ക് ഇത്തരം വിഷയങ്ങളിൽ രാഷ്ട്രീയം കലർത്താനേ പാടില്ല എന്ന് ചിന്തിക്കുന്ന ആളുകളാണ്. അപ്പോൾ ആ രാഷ്ട്രീയ തണൽ അത് ഈ കേസിന്റെ നമ്മൾ രീതികൾ നോക്കണം. ആ കുഞ്ഞ് ഇന്നില്ല. അത്രമേൽ അപലപിക്കേണ്ട ഒരു കേസിൽ അതിൻ്റെ ഒരു ഛായ പോലും ഉണ്ടാകരുത് രാഷ്ട്രീയത്തിൻ്റെ എന്ന് അങ്ങനെ ആഗ്രഹിക്കുന്നവരാണ് ഞാനടക്കമുള്ള താങ്കളൊക്കെ. അപ്പോൾ താങ്കൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിവാദപരമായൊരു പരാമർശം ഇന്നും താങ്കൾ അതിൻ്റെ ഒരു കാര്യം കണ്ടു, രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടൽ കണ്ടു എന്ന് കാരണം അവിടുത്തെ ഒരു റിയാലിറ്റി എന്താണെന്ന് ഞങ്ങൾക്കൊക്കെ മാറി നിൽക്കുന്നവർക്ക് അറിയില്ല. അതുകൊണ്ടാണ് കുറച്ചുകൂടി ക്ലാരിറ്റി വരുത്തണം. അല്ല, ഇതിൽ തികച്ചും രാഷ്ട്രീയം എന്ന് പറയാൻ പറ്റില്ല. രാഷ്ട്രീയപരമായ ഇടപെടൽ അവിടെ ഉണ്ടായി എന്ന നേരിട്ട് അനുഭവമുള്ളത് കൊണ്ട് ഞാൻ ഈ പ്രദേശകാരി ആയതുകൊണ്ട് മാത്രമാണ് ഞാനിത് സൂചിപ്പിച്ചത്. കാരണം നമ്മളെല്ലാവരും തന്നെ ഈ രാജ്യം തന്നെ വിറങ്ങലിച്ച സംഭവമല്ലേ ഈ വണ്ടിപ്പെരിയാറിലുണ്ടായിരിക്കുന്നത്? ഏതെങ്കിലും പൈശാചികമായ സംഭവമല്ലേ? ആ വിഷയത്തിൽ ഈ പറയുന്ന അർജുൻ എന്ന് പറയുന്ന പ്രതി എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. കാരണം പോലീസിൻ്റെ ആദ്യത്തെ FIR റിപ്പോർട്ട് മുഴുവൻ അതിൻ്റെ സ്രവം വരെ പരിശോധിച്ചപ്പോഴത്തേക്കും ഇത് പ്രതിയാണെന്ന് കണ്ടെത്തിയിട്ടല്ലേ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തത്. എന്നിട്ട് പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും ചില സ്വാധീനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, ഭരണസ്വാധീനവും അതുപോലെ തന്നെ ഇവിടെ പ്രാദേശിക സ്വാധീനവും ഉപയോഗിച്ചുകൊണ്ട് പ്രതിയല്ലാന്ന് വരുത്തി തീർത്ത ഒരു സംഭവമല്ലേ ഇപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ആ പ്രതിയെ വെറുതെ വിടുകയും അതിനുശേഷം ജുഡീഷ്യറിയുടെ ഭാഗത്ത് കുറ്റം പറയാൻ സാധിക്കില്ല. കാരണം അവിടെ എത്തുന്ന FIRന്റെ റിപ്പോർട്ടും ഇതുമൊക്കെ പരിശോധിച്ചല്ലേ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഈ സമയത്ത് FIR തയ്യാറാക്കിയ വ്യക്തി ഇവിടെ ഈ സ്റ്റേഷനിലുണ്ടായിരുന്ന അഡീഷണൽ SI അദ്ദേഹമാണ് ഇത്തരം കാര്യങ്ങൾ ചേർത്ത് വെച്ചത്. ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് ഞങ്ങളവിടെ പോലീസ് സ്റ്റേഷൻ മാർച്ച് ഉൾപ്പെടെയുള്ള സമരപരിപാടികൾ നടത്തിയതാണ്. പിന്നെ ബഹുമാനപ്പെട്ട പൊതുപ്രവർത്തകൻ നമ്മുടെ സാർ സൂചിപ്പിച്ചതുപോലെ നേരത്തെ അത് SC/ST ആക്ട് ഉൾപ്പെടുത്തിയില്ല എന്നുള്ളത് സത്യമാണ്. SC/ST ആക്ട് എന്തുകൊണ്ട് ഉൾപ്പെടുത്തിയില്ല എന്നുള്ള ചോദ്യം ഉന്നയിച്ചുകൊണ്ട് നമ്മൾ പോലീസിന് പരാതി കൊടുക്കുകയും നിയമപരമായി പരാതി അത് പരിഹരിക്കപ്പെടാതെ വന്നപ്പോൾ സമരം ചെയ്യുകയൊക്കെ ചെയ്തവരാണ് ഞങ്ങൾ. അതായത് ഈ ചെറുക്കൻ, അതായത് ഈ പ്രതിയായ
കക്ഷിയുടെ അച്ഛനും അമ്മയും ഒക്കെ പള്ളിയിൽ പോകുന്ന ആളാണെന്നും അവർ SC വിഭാഗത്തിൽപ്പെടുന്നവരല്ല എന്നും അവിടെ ചെന്ന് സ്നാനം ചെയ്തതാണെന്നും ഇതിന്റെ എല്ലാ റിപ്പോർട്ടുകൾ പോലീസിന് ഉത്തരവാദിത്തമുണ്ടോ? ഇന്നത്തെ സംഭവത്തിൽ, ഇന്നത്തെ ഈ അപലപിക്കേണ്ട ഈ വിഷയത്തിലെ ഈ ആക്രമണത്തിൽ പോലീസിന് കൂടി ഉത്തരവാദിത്തമുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. പോലീസിനെ ഇതിനകത്ത് പ്രതി ചേർക്കേണ്ടതാണ്. കാരണം ഈ വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർ ഈ അതായത് അവിടെ ഈ കുത്തുകൊണ്ട് കിടക്കുന്ന ഇരയുടെ പിതാവിനെയും മുത്തശ്ശിനെയും നോക്കാൻ പോലും പോലീസ് വരാതിരുന്നിട്ട് ഈ പ്രതിയും കൊണ്ട് അവിടെ നിന്ന് പീരുമേട് ആശുപത്രിയിലേക്ക് പോയ സാഹചര്യമാണ്. ഈ പ്രതി പറഞ്ഞത് ഞാൻ രാഷ്ട്രീയപരമായി പറഞ്ഞു എന്ന് വീണ്ടും പറയരുത്. ഞാൻ പറയുന്നത് CPM ഓഫീസ് ഈ നമ്മുടെ പോലീസ് സ്റ്റേഷന് സമീപമാണ്. ആ സമീപമുള്ള CPM ഓഫീസിലേക്കാണ് ഇയാൾ കുത്തിയിട്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട് വന്ന് അഭയം പ്രാപിച്ചത്. അവിടെ നിന്നാണ് രംഗം വഷളാകുമെന്ന് അറിഞ്ഞപ്പോഴത്തേക്കും പോലീസ് ലഭിച്ച് പോലീസ് പീരുമേട് ആശുപത്രിയിൽ അയാളെയും കൊണ്ടുപോയത്. എന്നിട്ട് അയാൾക്ക് പരാതി ഉണ്ടെന്ന് അയാൾക്ക് ദേഹോപദ്രവം ഏറ്റെന്നാണ് പോലീസുകാർ പറയുന്നത്. ഇവരിത്രയും രണ്ടുപേര് കുത്തുകൊണ്ട് വഴിയിൽ കടന്നിട്ട് അതിനെക്കുറിച്ച് അപലപിക്കുവാൻ പോലീസ് തയ്യാറാവുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ അത്തരത്തിൽ പറഞ്ഞത്. ഈ പ്രതി ഓടിച്ചെന്ന് രക്ഷപ്പെട്ടത് CPMന്റെ അവിടുത്തെ ഏരിയ കമ്മിറ്റി ഓഫീസിലാണ്. അതുകൊണ്ടാണ് നമ്മൾ ആ രീതിയിൽ പറഞ്ഞത്. അതുമാത്രമല്ല, ആശുപത്രിയിൽ ഉണ്ടായ സംഭവം എന്ന് പറയുന്നത് വളരെ ദയനീയമാണ്. അതുകൊണ്ടാണ് ഞാൻ അത് പറഞ്ഞത്. കാരണം അവിടെ ലോക്കൽ ചാനലിലും അതുപോലെ ഇത് പകർത്തുവാൻ ചെന്ന ദൃശ്യമാധ്യമങ്ങളുടെ പ്രവർത്തകരെ അവിടെ നിന്ന് കയറ്റാൻ പോലും സമ്മതിക്കാത്ത സാഹചര്യമാണ് അവിടെ സൃഷ്ടിച്ചത്. അതവിടെ നിന്നത് അവിടെ പ്രാദേശിക CPMന്റെ നേതാവാണ്. അതുകൊണ്ടാണ് അത്തരത്തിൽ ഞാൻ രാഷ്ട്രീയം പറഞ്ഞത്. ഈ വിഷയത്തിൽ രാഷ്ട്രീയം കടത്താൻ ഉദ്ദേശിച്ചത് കൊണ്ടല്ല. അവിടെ എന്നിട്ട് ഒരു കാര്യം, അതായത് അവിടെ ആശുപത്രിയിൽ നിന്ന് ഇറക്കുമ്പോൾ പോലും ഒരു സ്ത്രീയോട്, അതായത് ഇവിടുത്തെ ഒരു ദൃശ്യമാധ്യമ പ്രവർത്തകന്റെ അമ്മയോട് വളരെ മോശമായി സംസാരിച്ചു ഈ നേതാവ്. അതെല്ലാം വളരെ വ്യക്തമായി സൂചിപ്പിക്കുവാൻ നമുക്ക് സാധിക്കും. കാരണം അവിടെ നിന്ന് ഒരു ദൃക്സാക്ഷി എന്ന നിലയിലാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ഇതിലൊരു രാഷ്ട്രീയം കലർത്താൻ ഇരയുടെ പിതാവ് കുത്തേറ്റ് കിടക്കുന്ന സമയത്ത് ഒരു CPMന്റെ നേതാവ്, പ്രാദേശിക നേതാവ് ഇത്തരത്തിൽ അവരോട് മോശമായി സംസാരിച്ചു എന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് പാർട്ടി പരിശോധിക്കണം. കേവലം ഒരു രാഷ്ട്രീയ ആരോപണമാണോ സന്തോഷ് ഉന്നയിക്കുന്നത്? അതിനപ്പുറത്തേക്ക് പരിശോധിക്കേണ്ട ബാധ്യത CPMനുണ്ട്. CPMന്റെ ജില്ലാ സെക്രട്ടറി CV വർഗീസിനെ ടെലിഫോൺ ലൈനിൽ ബന്ധപ്പെടുന്നുണ്ട്. അദ്ദേഹം ഫോൺ ഇതുവരെയും എടുത്തിട്ടില്ല. 2-3 തവണ റിംഗ് നമ്മൾ ചെയ്യുന്നുണ്ട്. ആരും അതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നില്ല. വണ്ടിപ്പെരിയാറിലെ ഇരയുടെ കുടുംബത്തോടുള്ള തീരാപ്പക എന്ന വിഷയമാണ് ന്യൂസ് 224 പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രീ CR നീലകണ്ഠൻ, കാരണം എല്ലാം നഷ്ടപ്പെട്ടു നിന്ന വാളയാറിലെ മാതാവിന് വേണ്ടിയൊക്കെ തന്നെ അകമഴിഞ്ഞ് പ്രവർത്തിച്ച ഒരാളാണ് താങ്കൾ. അതിനൊക്കെ താങ്കൾക്കൊക്കെ വ്യക്തിപരമായി ഏറ്റ വേട്ടയാടൽ, അതിൻ്റെ ഭാഗം കൂടി താങ്കളൊക്കെ ആയിട്ടുണ്ട്. കാരണം ഈ സംഭവം, ഇന്നത്തെ സംഭവം, നേരത്തെ സന്തോഷ് പറഞ്ഞുവല്ലോ, നമ്മളൊക്കെ ഒരു രാഷ്ട്രീയ ചേരുവ ഇതിൽ ചേർക്കാൻ ആഗ്രഹിക്കുന്നവരല്ല. പക്ഷേ അങ്ങനെ അവിടുത്തെ ആളുകൾക്ക്, കാരണം അവിടുത്തെ പൾസ് അറിയാവുന്ന ആളുകളാണ്, രാഷ്ട്രീയത്തിനപ്പുറം ഞാൻ രാഷ്ട്രീയമല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതൊക്കെ ഇനി വസ്തുതകൾ പരിശോധിക്കണം, ഇത് പ്രതികരിക്കണം. കാരണം CPM ഈ വിഷയത്തിൽ എന്തായാലും പ്രതികരിക്കണം. പരമ കഷ്ടമല്ലേ ഇന്നത്തെ ആശുപത്രിയിൽ പോലും ഉണ്ടായത്? ഇതാണ് വസ്തുതയെങ്കിൽ അതും കഷ്ടമാണ്. മറ്റൊന്ന്, ഈ സംഭവം, ഈ കേസിൻ്റെ, കാരണം ഹൈക്കോടതിയിലേക്ക് ഈ കേസ് എത്തുകയാണ്, നോട്ടീസും അയച്ചിട്ടുണ്ട്. ഇന്നത്തെ സംഭവം ഈ കേസിൻ്റെ മുന്നോട്ടുള്ള പോക്കിനെ എങ്ങനെ സ്വാധീനിക്കാം എന്നാണ് താങ്കൾ മനസ്സിലാക്കുന്നത്? ഈ കേസിനെ എങ്ങനെ സ്വാധീനിക്കാമെന്നുള്ളത് അതിന്റെ അപ്പീൽ എന്താണ് എഴുതിയിട്ടുള്ളതെന്നും എന്താണ് ആ കോടതിയിൽ വരിക എന്നുള്ളതും പരിഗണിച്ചിട്ടേ പറയാൻ പറ്റും. ഞാൻ അതാണ് തുടക്കത്തിൽ പറഞ്ഞത്. ഈ SC/ST ആക്ട് ആഡ് ചെയ്യണം, ഇതിൽ ചേർക്കണം പ്രതിക്കെതിരായി എന്ന് പറഞ്ഞപ്പോൾ അതിന് ഏറ്റവും ശക്തമായി എതിർത്തത് പോലീസാണ്. അവിടെയാണ് ഞാനിത് പറയുന്നത് വെറുതെ പറയുന്നതല്ല. ഈ അച്ഛൻ ഇന്നിപ്പോ കുത്തേറ്റ ഈ ഇരയുടെ അച്ഛൻ മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതി കണ്ടതിൽ നിന്നാണ് പറയുന്നത്. അദ്ദേഹം പറയുന്ന ഒരു കാര്യം, അവിടെ ചെന്നപ്പോൾ ഇത് ചെന്ന് പോലീസിനോട് പറഞ്ഞപ്പോൾ പോലീസ് പറഞ്ഞു ഇനി അതൊന്നും ചെയ്യാൻ പറ്റില്ല, അതൊക്കെ വൈകി പോകുന്നത്. കോടതിയിൽ പ്രോസിക്യൂഷൻ ഇവരോട് 2 സാക്ഷികളെ കൊണ്ട് ഇവർ പള്ളിയിൽ പോകുന്നതല്ലേ എന്ന് ചോദിക്കണം എന്ന് പറഞ്ഞു. അപ്പോ ആ സാക്ഷികൾ പറഞ്ഞു അല്ല, ഇവർ അമ്പലത്തിൽ പോകുന്നവരല്ലേ എന്ന്. അപ്പൊ സാക്ഷികൾ പറഞ്ഞു അല്ലേ, ഇവർ രണ്ടുപേരും, ഇവർ പ്രതിയും അച്ഛനും ഒക്കെ പള്ളി പോകുന്ന ആളുകളാണ്, പിന്നെ എങ്ങനെയാണ് അത് പറയാൻ പറ്റുക എന്ന് ചോദിച്ചു. അതുകൊണ്ട് ആ സാക്ഷികളെ ഒഴിവാക്കി പ്രോസിക്യൂഷൻ. എന്നിട്ട് അച്ഛനോട്, ഈ ഇരയുടെ അച്ഛനോട്, അല്ല പ്രതിയുടെ അച്ഛനോട് ചോദിച്ചു നിങ്ങൾ അമ്പലത്തിൽ പോകുന്ന ആളല്ലേ എന്ന്. ആണ് എന്ന് വരുത്തിക്കൊണ്ടാണ് SC/ST ആക്ട് ഇവിടെ ബാധകമല്ല എന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. അപ്പീലിൽ SC/ST ആക്ട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രതി പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അല്ല, കേവലം അപ്പീലാണ് പോയിട്ടുള്ളതെങ്കിൽ പ്രതി രക്ഷപ്പെടും. അപ്പൊ അവിടെയാണ് ഗവൺമെന്റിന്റെ താല്പര്യം, രാഷ്ട്രീയ താല്പര്യമൊക്കെ നമുക്ക് പിന്നെ പരിശോധിക്കപ്പെടാം. പക്ഷേ ഇവിടെ വിരോധമുണ്ടാകാനുള്ള കാരണം വളരെ കൃത്യമാണ്.
താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ഇരകൾക്കെതിരായി സംഘടിതമായ ഒരു ആക്രമണം എവിടെയെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു സംഘടിത ശക്തി ഉണ്ടാവും. അതിപ്പോ CPM ആണോ CPI ആണോ കോൺഗ്രസ് ആണോ BJP ആണോ എന്ന് ഞാൻ പറയേണ്ടത് എനിക്കറിയില്ല. പക്ഷേ പോലീസിൽ ഇടപെടൽ നടന്നിട്ടുണ്ടെങ്കിൽ അതിലും രാഷ്ട്രീയ സ്വാധീനം ഉണ്ടാവും. നമ്മുടെ നാട്ടിൽ പോലീസ് സാമാന്യം നല്ലതാണ്, നമുക്കറിയാം. കുറെ ദിവസമായിട്ട് ചാനലുകളൊക്കെ ചർച്ച ചെയ്യുന്ന പോലീസിനെ കുറിച്ചാണ്. പോലീസ് ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ പോലീസ് സത്യസന്ധമായി പ്രവർത്തിക്കുമെന്നാണ് നമ്മുടെ ഒരു അനുഭവം. ശരി ശരി ശരി. പക്ഷേ വളരെ നന്ദി ശ്രീ CR ഒപ്പം സന്തോഷ് പ്രതികരിച്ചതിന്.